എന്നത്തെയും പോലെ രാവിലെ തന്നെ നമ്മളുടെ ചെടികളിനൊക്കെ നോക്കി അതിൽ വെള്ളമൊക്കെ ഒഴിച്ച് അങ്ങനെയൊക്കെ അങ്ങനെയാണ് എൻ്റെ ഒരു ദിവസം ആരംഭിക്കാറ്. ഇപ്പം ഇന്നും അതുപോലെ തന്നെയാണ്, അതിലൊരു മാറ്റമില്ല. അതിനുശേഷം പിന്നെ നേരെ കിച്ചണിലോട്ട് പോവും. എന്നിട്ട് നമ്മളുടെ ഹെൽത്ത് ഡ്രിങ്ക് ഉണ്ട്, അതായത് ഫാറ്റ് ബേണിംഗ് ഡ്രിങ്ക്, അത് കുടിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പത്തിരിയാണ് ഉണ്ടാക്കുന്നത്. പത്തിരിയും പിന്നെ അതുപോലെ നമ്മൾ തലേ ദിവസത്തെ ചിക്കൻ കറി ഉണ്ട്, അപ്പോൾ അത് ഫ്രിഡ്ജിലുണ്ട്. അപ്പോൾ ഇന്ന് പത്തിരി മാത്രം ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഞാൻ പത്തിരി ഉണ്ടാക്കുകയാണ്. അങ്ങനെ ആ ഒരു പത്തിരി പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പാച്ചകൾക്ക് ഓഫീസിലേക്ക് കൊണ്ടുപോകാനുള്ള ഫുഡൊക്കെ ഒന്ന് പാക്ക് ചെയ്യാണ്. അതിന് പാചക ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പോകാൻ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ചിലപ്പോൾ തിരക്കുള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ പാചകം ഇവിടെ തന്നെ ഇരുന്നിട്ട്, അതായത് കിച്ചണിലൊരു ടേബിളുണ്ട്, അപ്പോൾ അവിടെ തന്നെ ഇരുന്നിട്ട് ഞങ്ങൾ അങ്ങ് ഫുഡ് കഴിക്കും. അതിൻ്റെ ഇടയിൽ മോനും ഫുഡ് കൊടുക്കുന്നുണ്ട്. മോനും നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു, അപ്പോൾ അവൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവനെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ എണീറ്റതും അവനൊന്ന് ജസ്റ്റ് മേലെ കൊടുക്കും. പിന്നെ ചായ കുടിച്ച് കഴിഞ്ഞാൽ മോന് പാല് കൊടുക്കും. അപ്പോൾ പാല് കുടിച്ചിട്ട് ഇവിടെ ഇങ്ങനെ കുറച്ച് നേരം കമ്പ്യൂട്ടറിൽ കാർട്ടൂൺ വെച്ച് കൊടുക്കും. അപ്പോൾ അത് കണ്ടിട്ട് അവിടെ ഇങ്ങനെ കിടക്കും. ഇനി എനിക്ക് കിച്ചണിൽ കുറച്ച് അധികം പണികളുണ്ടായിരിക്കും. കാരണം നമ്മുടെ പാത്രങ്ങൾ കഴുകി വെക്കുക, പിന്നെ ഉച്ചയ്ക്കുള്ള ഫുഡ് കാര്യങ്ങൾ റെഡിയാക്കുക, അങ്ങനെയുള്ള പരിപാടികൾ. അപ്പോൾ ഇന്ന് സിമ്പിളായിട്ട് നമ്മളൊരു കുമ്പളങ്ങ കറിയും കുമ്പളങ്ങ പരിപ്പ് കറിയും അതുപോലെ ഒരു വഴുതനങ്ങ ഉപ്പേരിയും പിന്നെ മീൻ ഫ്രൈയും, അത്രയാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ കിച്ചണിൽ ഭയങ്കര ചൂടാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് ഇവിടെ ചൂട് സ്റ്റാർട്ട് ചെയ്ത സ്ഥിതിക്ക് കിച്ചണിലാണ് ഞങ്ങളിവിടെ ഏറ്റവും ചൂട് കൂടുതൽ. കാരണം ഇവിടെ കിച്ചണിൽ AC ഇല്ല. അപ്പോൾ AC-യുടെ തണുപ്പ് ഇങ്ങോട്ട് വരാനും കുറച്ച് ബുദ്ധിമുട്ടാണ്, റൂമിലൊക്കെ അതായത് ഹാളിലൊക്കെ ഇട്ടാലും. അപ്പോൾ അത്യാവശ്യം ചൂടാണ്. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് പോകാനുള്ള പണിയെ നോക്കുകയുള്ളൂ. അതുകൊണ്ട് കിച്ചണിൽ വീഡിയോ എടുക്കൽ ഇപ്പോൾ ഭയങ്കര ഒരു ടാസ്ക്കാണ്. കാരണം നമുക്ക് ഈ ചൂടും അതിൻ്റെ ഇടയിൽ ഇതിൻ്റെ ഒരു ആവിയൊക്കെ അടിച്ചിട്ട് നമ്മൾ ക്യാമ മാറ്റി വെക്കാനൊക്കെ നമ്മൾ മറന്നു പോകും. അപ്പം എൻ്റെ കറിയും ഉപ്പേരിയൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് നേരം റൂമിൽ പോയിട്ട് ഇങ്ങനെ ഇരിക്കും. അവിടെ കുറച്ച് നല്ല തണുപ്പുണ്ട്, അപ്പോൾ അവിടെ പോയിട്ട് ഇരിക്കും. ആ പോകുന്ന സമയത്ത് മോനവിടെ ഇതുപോലെ ഇങ്ങനെ നമ്മൾ ഒതുക്കി വെച്ചതൊക്കെ എടുത്തിട്ടിട്ട് അവൻ്റെ അത്യാവശ്യം ഇങ്ങനെ വലിച്ചു വാരിടുന്ന പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പം ഞാൻ എന്തെങ്കിലും കാണിക്കട്ടെ എന്ന് വിചാരിക്കും. നമ്മൾ കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, അതായത് ഫുഡ് ഉണ്ടാക്കൽ കഴിഞ്ഞ് പിന്നെ റൂമിലോട്ട് പോയാൽ റെഡിയാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവൻ്റെ വഴിക്ക് അങ്ങനെ വിടും. അപ്പോൾ നമ്മുടെ കറികളും ചോറും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി മീനൊന്ന് ഫ്രൈ ചെയ്യാനാണ് ഉള്ളത്. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് കോൺഫ്ലോർ കൂടെ ചേർത്തിട്ടാണ് ഈ ഒരു നത്തൾ മീൻ എന്നാണ് കേട്ടോ ഞങ്ങളിതിന് പറയാം. അപ്പോൾ ആ ഒരു സംഭവം ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എൻ്റെ പണികൾ ഏകദേശം കഴിയാറായി. അപ്പോൾ മോന് വന്നിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവന് ക്യാമ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയണം, അതിലെന്തെങ്കിലുമൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങളുടെ കുളിയും നിസ്കാരവും എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് കഴിക്കാതിരിക്കുകയാണ്. അപ്പോൾ ഞാനും മോനും ഒരുമിച്ച് തന്നെയാണ് ഫുഡ് കഴിക്കാറ്. ഫുഡ് കഴിക്കാൻ നല്ല മടിയാണ്. ചോറ് അത്രയ്ക്ക് ഇഷ്ടമല്ല. ബാക്കിയുള്ള എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ബേക്കറി ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ മക്കൾക്കും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ ഇനി കുറച്ച് നേരം അവനെ കിടത്തി ഒന്ന് ഉറക്കും ഉച്ചക്ക്. അതിനുശേഷം ഞാനിപ്പോൾ ഒരു കോഴ്സിന് ചേർന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഓൺലൈൻ ക്ലാസ്സും അതുപോലെ അസൈൻമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യം തിരക്കിലായിരിക്കും. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം എന്ന് പറയുന്ന സമയം ഞാൻ മോനുറക്കിയിട്ട് ആ ഒരു സംഭവത്തിന് വേണ്ടിയിട്ട് ഇരിക്കും. അപ്പോൾ അത്യാവശ്യം അസൈൻമെൻറ്റ്സ് എഴുതി സബ്മിറ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഞാൻ വീഡിയോ ഇടാൻ ലേറ്റ് ആവുന്നത് കേട്ടോ. കാരണം അതിൻ്റെ ഡേറ്റും കാര്യങ്ങളും നമുക്ക് തന്നിട്ടുണ്ടാവും. എന്തുണ്ടാക്കാൻ ഉണ്ടാക്കാം അല്ലെങ്കിൽ വേണ്ട, നാളെ ഉണ്ടാക്കാം. വേണ്ട, നാളെ ഉണ്ടാക്കാം, ഇന്നുണ്ടാക്കണ്ട. അത് പോണ്ട പിണങ്ങ. എന്നാ വേണ്ട, ഇന്നുണ്ടാക്കാം. ഇന്നുണ്ടാക്കാം. എന്നാ വായ. അപ്പോൾ ഇന്ന് നമുക്ക് കേക്കിനൊരു ഓർഡർ ഉണ്ട്. അപ്പോൾ ഞാൻ കേക്ക് ബേക്ക് ചെയ്യും. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ഇവിടെ അടുത്തുള്ളവരൊക്കെ ഓർഡർ തരാറുണ്ട്.
അപ്പോൾ അങ്ങനെ ഇന്നൊരു ഓർഡർ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ മോനും ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അവന് ഭയങ്കര ഇഷ്ടമാണ് കേക്ക്. അപ്പോൾ ഇനി കേക്ക് മിക്സും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കാൻ പോവാണ്. അപ്പോൾ ഓർഡറുള്ളൊരു കേക്ക് ഉണ്ടാക്കാം. അതുപോലെ മോനും അതിൻ്റെ കുറച്ച് ബാറ്റർ കൊണ്ട് മോനൊരു കേക്ക് ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പൊടിയൊക്കെ അളന്നെടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഈ ഒരു കേക്കിൻ്റെ സ്പഞ്ചിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒറ്റയ്ക്കായിട്ട് തന്നെ അതൊരു റെസിപ്പി മാത്രമായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, കാണാത്തവർ കണ്ടു നോക്കാം. അതിൻ്റെ ഇടയിൽ എൻ്റെ ഫ്രണ്ട് ഷെറി വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളായിട്ട് കുറച്ച് നേരം സംസാരിക്കുകയാണ്. എൻ്റെ മോന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ബേക്കിംഗ് ആണ്. അതായത് ഞാൻ ബേക്ക് ചെയ്യാൻ കയറുക എന്ന് പറഞ്ഞാൽ എൻ്റെ മോന് ഭയങ്കര ഇഷ്ടമാണ്. അവന് കേക്ക് ഉണ്ടാക്കുക എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുണ്ടാക്കുന്ന ദിവസം ഭയങ്കര ഹാപ്പിയാണ് ആൾ. അപ്പോൾ അവന് ഹെൽപ്പ് ചെയ്യും വേണം അതിൻ്റെ ഇടയിൽ. അപ്പോൾ എനിക്ക് ബീറ്റ് ചെയ്യാനൊക്കെ മാഷാ അല്ലാഹ് തന്നെ അതിൻ്റെ ഇടയിൽ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പം ഉമ്മീനെ ഹെൽപ്പ് ചെയ്യും എന്ന് പറഞ്ഞിട്ടാണ് വരിക. അപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും അല്ലറ ചില്ലറ പണികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ബീറ്റർ അവൻ്റെ കയ്യിൽ ഇങ്ങനെ കൊടുത്താൽ അതങ്ങനെ പിടിച്ചിരിക്കും. അപ്പോൾ അത് നന്നായിട്ട് ബീറ്റായിട്ട് വരും ചെയ്യും. പുറത്തോട്ടൊന്നും കളയാറില്ല ഇതുവരെ കേട്ടോ. അപ്പോൾ നമ്മുടെ ബാറ്റർ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത് 1 kg ഒരു കേക്കാണ് കേട്ടോ. അപ്പം ഞാൻ അതിൽ കൂടെ കുറച്ച് കൂട്ടിയെടുത്തിട്ടുണ്ട് മോനും കൂടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് ക്ലീനിങ് ആണ്. അതായത് ആ എടുത്തിട്ടുള്ള മെഷറിങ് കപ്പും കാര്യങ്ങളും എല്ലാം നമ്മൾ ക്ലീൻ ചെയ്യണം. അതൊരു ഇപ്പോൾ ഒറ്റ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ കുഴപ്പമില്ല. ഒരു 2-3 കേക്കൊക്കെ ഒരുമിച്ച് ഉണ്ടാക്കുന്ന സമയത്ത് അത്യാവശ്യം പണിയാണത്. അപ്പോൾ മോനുള്ള കേക്ക് പെട്ടെന്ന് തന്നെ റെഡിയായി. കുറച്ചുണ്ടായിരുന്നല്ലേ ഉള്ളൂ. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അവന് ഹാപ്പിയായി. അങ്ങനെയല്ല, ഇതങ്ങനെ ഇങ്ങനെ പിടിക്കുക. കേക്കണ്ട് നശിപ്പിച്ചു അല്ലേ? വേറെ ഹാപ്പി ബർത്ത്ഡേ ടു ഞാൻ കട്ട് ചെയ്തോണ്ട് കേട്ടോ. ഈ കട്ട് ചെയ്യണ്ട. മതി ആയിട്ടുണ്ട്. ടേസ്റ്റ് ഉണ്ടോ? അടിപൊളിയാണോ? ആ അങ്ങനെ ഞങ്ങളുടെ കേക്ക് ഉണ്ടാക്കലും ഒക്കെ കഴിഞ്ഞു. പിന്നെ അതിൻ്റെ ഇടയിൽ എനിക്ക് നമുക്ക് ഓർഡറുള്ള കേക്ക് ഐസിങ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ എടുത്തിട്ടില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ രാത്രി ഒരു ഈവനിങ്, അതായത് ഒരു 7 മണിയായപ്പോൾ പാച്ചൊക്കെ വന്നു. അപ്പോൾ ഞങ്ങളിവിടെ അടുത്ത ഒരു ചെടി, അതായത് ഒരു നഴ്സറി ഉണ്ട് തൊട്ടടുത്താട്ടോ, ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്താണ്. അപ്പോൾ അങ്ങോട്ട് പോവാണ്. എനിക്ക് കുറച്ച് നമ്മൾ ഉള്ളിൽ വെക്കുന്ന ഇൻഡോർ പ്ലാന്റ്സ് വാങ്ങിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവാണ്. അവിടെ ഒരുപാട് ചെടികളുണ്ട് കേട്ടോ. നമ്മളുടെ ഈ ഒരു ബീച്ച് സൈഡിൽ തന്നെയാണ് ഈ ഒരു സംഭവം വരുന്നത്. അപ്പോൾ ഒരുപാട് ഷോപ്പുകളുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഇങ്ങനെ നമ്മുടെ അതായത് വില കുറവിനനുസരിച്ചിട്ട് ഓരോ ഷോപ്പിലും കയറി ഇങ്ങനെ വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ചെടികളൊക്കെ വാങ്ങിച്ചു, ഇൻഡോർ പ്ലാന്റ്സ്. അതൊക്കെ വാങ്ങിച്ച് തിരിച്ച് വീട്ടിലോട്ട് തന്നെ പോവാണ്. പിന്നെ മോന് ഇങ്ങനെ വീടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുകയല്ലേ. അപ്പോൾ ഇപ്പോൾ കൊറോണ ആയ കാരണം പുറത്തിറങ്ങാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ മോനായിട്ട് ജസ്റ്റ് വണ്ടിയിൽ ഇരുന്നിട്ട് ഇങ്ങനെ വെറുതെ ഒന്ന് കറങ്ങും, എന്നിട്ട് തിരിച്ച് വീട്ടിലോട്ട് വരും. അങ്ങനെ അതായിരുന്നു ഇന്നത്തെ ഒരു ദിവസം. ഒരു സിമ്പിളായിട്ടുള്ളൊരു ഡേ ആയിരുന്നു. പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല, ഇതൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായാൽ
ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. പിന്നെ ലിങ്കും കാര്യങ്ങളൊക്കെ, അതായത് റെസിപ്പി ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും സജഷൻസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യുക. പിന്നെ മെയിൽ ഐ ഡിയും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് പേഴ്സണൽ എന്തെങ്കിലും ചോദിക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് മെയിൽ ചെയ്യാം. അതുപോലെ ഇൻസ്റ്റയിൽ എന്നെ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എന്നെ ഫോളോ ചെയ്യുക. അതിലും പേഴ്സണൽ മെസ്സേജ് അയക്കാനുള്ള സൗകര്യം ഉണ്ടല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതിലേക്ക് ടേക്ക് കെയർ, ബൈ.